ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിനകത്ത് ഇന്ന് കാര്യമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഫലസ്തീനിലെ ഹമാസ് തങ്ങളുടെ പ്രസ്താവനയായിട്ട് ഇന്ന് പറഞ്ഞിട്ടുള്ളത്, തങ്ങളുടെ കൂടെയുള്ള ബന്ദികൾ, അതായത് തങ്ങളുടെ കയ്യിലുള്ള 100ഓളം ഇസ്രായേൽ ബന്ദികൾ ജീവനോടെ വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള താക്കീതാണ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇസ്രായേലി തടവുകാരായ ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന 6ഓളം ആളുകളുടെ മൃതശരീരം ഇസ്രായേലി സേന കണ്ടെത്തുകയും അത് ഇസ്രായേലിൽ വൻ കുഴപ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അതോടനുബന്ധിച്ച് ഇസ്രായേലിലെ പ്രതിഷേധക്കാർ അവിടെ ബന്ദ് നടത്തുകയും സ്തംഭനമുണ്ടാക്കുകയും ചെയ്തു. ബന്ദിനോടനുബന്ധിച്ച് വിവിധ പട്ടണ പ്രവേശങ്ങളിൽ വൻ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് അരങ്ങേറിയത്. ഇത് ഇസ്രായേലിനെ തെല്ലുമല്ല പ്രതിസന്ധിയിലാക്കിയത്. കാരണം വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇസ്രായേൽ വല്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ നിന്നും അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. 6 തങ്ങളുടെ പൗരന്മാരുടെ മൃതശരീരം കിട്ടിയതോടുകൂടി ഇസ്രായേലി ജനത തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവർ സീസ് ഫയറാണ് ആവശ്യപ്പെടുന്നത്. യുദ്ധം നിർത്തി തങ്ങളുടെ മുഴുവൻ ബന്ദികളെയും തിരിച്ചു കൊണ്ടുവരണമെന്നാണ് നെതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നുള്ളത്. പക്ഷെ നെതന്യാഹു അതിന് വഴങ്ങുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ യുദ്ധത്തിലൂടെ തന്നെ ഞങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ടാലും ഹമാസിനെ ഇല്ലാണ്ടാക്കും എന്നുള്ള രീതിയിൽ ആണ് പറയുന്നുള്ളത്. അതോടനുബന്ധിച്ച് തന്നെ ഗസയിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണങ്ങളും നിരപരാധികളായ കൊല്ലുന്ന പ്രവണതയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ഹമാസ് അവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യം മുതൽ തന്നെ ഹമാസിൻ്റെ നിലപാട് ഇസ്രായേലി സേന പൂർണ്ണമായിട്ടും ഗസയിൽ നിന്നും പിന്മാറണമെന്നും ആ പിന്മാറ്റത്തിലൂടെ മാത്രമേ സമാധാന ശ്രമങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. പക്ഷേ ഇസ്രായേൽ അതിന് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 6 ബന്ദികളുടെ മൃതശരീരം കിട്ടി എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ബാക്കി തങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ ബന്ദികളുടെയും ബോഡികളല്ലാത്ത ജീവനോടെ നിങ്ങൾക്ക് വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇസ്രായേൽ പിന്മാറണമെന്നും ഹമാസ് നിലപാടെടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ വിവിധ പോരാട്ട പ്രസ്ഥാനങ്ങൾ വെസ്റ്റ് ബാങ്കിൽ സാധാരണ രീതിയിൽ ഇസ്രായേൽ ഇത്രയൊന്നും പ്രതിരോധങ്ങൾ ഇതിനു മുമ്പിൽ നേരിട്ടിട്ടില്ല. പക്ഷേ ജനീനിൽ അടക്കം ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഫലസ്തീനിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ്, സുന്നി ഗ്രൂപ്പായ ഹമാസാണ് ഗസയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ പോരാട്ടങ്ങൾ നടത്തുന്നതെങ്കിലും വെസ്റ്റ് ബാങ്കിലെത്തുമ്പോൾ അത് ഷിയ ഗ്രൂപ്പുകൾ ആണെന്നതാണ് മറ്റൊരു വ്യത്യാസം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇസ്രായേലി റഡാറുകൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ വെസ്റ്റ് ബാങ്കിൽ നേരിടുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധിയാണ്. അവർക്ക് അപ്രതീക്ഷിതമാണ്. അതായത് വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങൾ എത്തുന്നു, അവിടങ്ങളിലേക്ക് പോരാട്ടങ്ങളുടെ ആളുകൾ എത്തുന്നു, അവർക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പല രീതിയിലും ഇസ്രായേലി സേന അവിടെ നിന്നും ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. അവരുടെ പോലീസ് ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. അവരുടെ ജനത ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് ലബനനിൽ നിന്നാണ്. ലബനനിലെ ഹിസ്ബുള്ളയും അവരുടെ ഒക്യുപ്പൈഡ് പ്രദേശങ്ങൾ, അതായത് ഇസ്രായേലി അധിനിവേശ പ്രദേശങ്ങൾ, തങ്ങളുടെ വടക്കൻ മേഖലയിലുള്ള അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ശക്തമായ ആക്രമണം നടത്തുകയും അവിടെ നിന്നുള്ള ആളുകളെ മാസങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നെതന്യാഹു മാറ്റിയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനിയൊരു തവണ അവർക്ക് അവരുടെ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ അവരെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഷെൽട്ടറുകളെ അത് തകർത്തിട്ടുണ്ട്. അവരുടെ വീടുകളെ, അവരുടെ കൃഷിസ്ഥലങ്ങളെയൊക്കെ ഇത് തകർത്തിട്ടുണ്ട്. കാരണം ഹിസ്ബുള്ളയുടെ ആക്രമണവും ശക്തമായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫലസ്തീൻ കോൺഫ്ലിക്റ്റിനകത്ത് വെച്ച് തന്നെ
ശക്തമായ പ്രതിസന്ധിയാണ് ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത്. ഇസ്രായേലിലെ ബന്ദ് എന്ന് പറയുന്നത് അവിടുത്തെ വിമാന സർവീസുകളെ ബാധിച്ചു, അവിടുത്തെ പൊതുഗതാഗതത്തെ ബാധിച്ചു, അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളെയും ബാധിച്ച് വലിയ പ്രശ്നമായിട്ട് മാറി ഈ ബന്ദികളുടെ മരണം എന്നുള്ളത്. നെതന്യാഹു എന്നിട്ട് പോലും പിന്മാറാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, പക്ഷെ അവിടുത്തെ പ്രതിഷേധക്കാരുടെ ആവശ്യം അവരുടെ ആളുകളെ കിട്ടൽ മാത്രമാണ്. ഫലസ്തീനികളുടെ ജീവന് വിലയുള്ളത് കൊണ്ടല്ല അവർ പ്രതിഷേധിക്കുന്നത്. അവരുടെ ആവശ്യം അവരുടെ ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതല്ലാതെ ഫലസ്തീനികളുടെ നിരപരാധികളുടെ മരണം ഒഴിവാക്കുക, സ്ത്രീകളുടെയും കുട്ടികളുടെയും മരണം ഒഴിവാക്കുക എന്നൊന്നുമല്ല. അവർ അതിനൊക്കെ അനുകൂലമുള്ള ആളുകളാണ്, അവരെയൊക്കെ ആക്രമിക്കണമെന്ന് പറയുന്ന ആളുകളാണ്. പക്ഷേ ഇസ്രായേലി ബന്ദികൾ ഹമാസിൻ്റെ കയ്യിലായിരുന്നത് കൊണ്ട് അവർക്ക് വലിയ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിൻ്റെ ഭാവി സംബന്ധിച്ച് വളരെയധികം ചോദ്യചിഹ്നമായി മാറുകയാണ് ഈ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം, അല്ലെങ്കിൽ ഫലസ്തീന് നേരെയുള്ള ആക്രമണം. ഇസ്രായേൽ എത്ര നാൾ അതിജീവിക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ത് നിലപാടിലേക്ക് അവസാനം എത്തേണ്ടി വരും എന്നുള്ളത് ചോദ്യചിഹ്നമായി ബാക്കിയാവുകയാണ്. അമേരിക്കയുടെയും യൂറോപ്യൻ ശക്തികളുടെയും പിന്തുണയാണ് ഇസ്രായേലിനെ ഇപ്പോൾ നിലനിർത്തുന്നുള്ളത്. പക്ഷെ അത് എത്ര നാൾ തുടരും എന്നുള്ളത്, പ്രത്യേകിച്ചും ചെങ്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഹൂത്തികൾ യമനിലെ അൻസാറുള്ളയുടെ നേതൃത്വത്തിൽ നടക്കുന്നുള്ളത്. അതും വലിയൊരു പ്രശ്നമാണ്. കാരണം തങ്ങളുടെ ചരക്ക് കപ്പലിനെയൊക്കെയും ഹൂത്തികൾ ആക്രമിക്കുകയും ഡ്രോണുകൾ ഉപയോഗിച്ച് അതിനെ തകർക്കുകയും അല്ലെങ്കിൽ എണ്ണക്കപ്പലുകൾക്ക് തീപിടുത്തമുണ്ടാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധിയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെങ്കടലിലെ പാത ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ഇതും. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലേക്ക് നയതന്ത്രവുമായി അല്ലെങ്കിൽ ഇസ്രായേലികളിലേക്ക് സഹായവുമായി ആരൊക്കെ പോകുന്നുണ്ടോ, അവരുമായി ആരൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടോ, അവരുടെ കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് അവർ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അൻസാറുള്ള ഹൂത്തികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഇത്തരം പ്രതിസന്ധികൾ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നെതന്യാഹു ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. തീർച്ചയായും ഇത് വൻ പ്രതിഷേധമാണ് ഇസ്രായേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് പറയുന്നിടത്തേക്ക് തന്നെ അവസാനം എത്തേണ്ടി വരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നുള്ളത്. കാരണം ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പുകൾ ഉദ്ദേശിച്ചതിനേക്കാളും ഗുരുതരമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി പിറവികൊള്ളും, ഉദിച്ചുയരും. അവർ തങ്ങളുടെ സ്വന്തം പ്രദേശങ്ങൾ നിലനിർത്തുകയും ഇസ്രായേലി അധിനിവേശത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നുള്ളത്.